അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഹായ്. അപ്പോൾ വീട്ടിൽ സോഡ ഉണ്ടാക്കുന്നത് കാണിക്കാൻ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. എൻ്റെ അടുത്തുള്ളത് മിസ്റ്റർ ബട്ട്ലറിൻ്റെ സോഡ മേക്കറാണ്. ഇതിൻ്റെ കൂടെ തന്നെ 2 ബോട്ടിലും കിട്ടും. ഒരു 1/2 ലിറ്ററിൻ്റെയും 1 ലിറ്ററിൻ്റെയും ആയിട്ടുള്ള ബോട്ടിലാണ്. ആ ബോട്ടിൽ വെച്ചിട്ട് മാത്രമേ നമുക്കിതിൽ സോഡ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ സോഡ മേക്കറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന ആ വെള്ള തണ്ടിലേക്കാണ് ബോട്ടിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഗ്യാസ് നിറയും. അപ്പം ഇത് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണാണ്. ഇനി നമുക്ക് സോഡ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്ററിൻ്റെ മിസ്റ്റർ ബട്ട്ലറിൻ്റെ തന്നെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. അപ്പം ഞാനിപ്പം പച്ചവെള്ളമാണ് എടുത്തത്. ഇത് നമുക്ക് ഈ ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി കുറഞ്ഞു പോകാനും പാടില്ല. അതുപോലെ വെള്ളം ബോട്ടിലിൻ്റെ മുകളിലേക്ക് അങ്ങ് കൂടുതലായിട്ടും ആവണ്ട. ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഈ ഒരു ലൈൻ കണക്കായിട്ട് മാത്രമേ നമ്മൾ വെള്ളം എടുക്കണ്ടൂ. അത് തണുത്ത വെള്ളമായാലും സാരില്ല, പച്ചവെള്ളമായാലും സാരില്ല. വെള്ളം കൂടുതലായാലും കുറഞ്ഞാലും ഗ്യാസ് ശരിക്കും കയറൂല. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോട്ടിൽ നമുക്ക് ആ വെള്ള തണ്ടിലേക്ക് തിരിച്ചങ്ങ് പ്രസ് ചെയ്തിട്ട് അങ്ങ് കയറ്റി കൊടുക്കാം, ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യാം. ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ട് താഴെയുള്ള ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയി പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിലുള്ള ആ നോബ് നന്നായിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം 2 കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്യാം. 1 ലിറ്ററിൻ്റെ ബോട്ടിലാകുമ്പം ഒരു 3 തവണയൊക്കെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കാം. കേട്ടില്ലേ? ഗ്യാസ് നിറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കാം. അപ്പം ഇതൊരു നോർമൽ സോഡയാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സോഡ കിട്ടും. ഇനി ഇത് നമുക്ക് ഡോറ് തുറന്നിട്ട് നന്നായിട്ട് തിരിച്ചങ്ങ് പുറത്തെടുക്കാം. പുറത്തെടുത്ത ഉടനെ ആ മൂടി അങ്ങിട്ട് മൂടിയേക്കാം, ഇല്ലെങ്കിൽ ഗ്യാസ് പോയി പോവും. അപ്പം ഇങ്ങനെയാണ് സോഡ മേക്കറിൽ നിന്നും സോഡ ഉണ്ടാക്കുന്നത്. ഇനി ഈ സോഡ നമുക്ക് നാരങ്ങ ഇട്ട് ഉപ്പിട്ടിട്ടൊക്കെ അങ്ങനെ കുടിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രഷ് ജ്യൂസിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ ഒരു മൊജിറ്റോ പോലെ ആക്കിയിട്ട് കുടിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഈ സോഡ മേക്കർ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കറണ്ടിലോ അല്ലെങ്കിൽ ബാറ്ററിയോ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ട്യൂബ് ഉണ്ട്, ഗ്യാസിൻ്റെ. ആ ഒരു ട്യൂബ് നമുക്ക് പുറത്ത് അവിടെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. ഇതേപോലെ ബാക്ക് സൈഡിൽ 2 പ്രസ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് നമുക്ക് തന്നെ കഴിച്ചിട്ട് മാറ്റാൻ പറ്റും. നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ആ ഒരു നോർമൽ ഗ്ലാസ്സിൽ 80 ഗ്ലാസ് കണക്കിന് നമുക്ക് സോഡ ഉണ്ടാക്കാം. ട്യൂബ് മാറ്റാനായിട്ടൊരു 100 രൂപ അങ്ങനെ ആവശ്യമുള്ളൂ. അപ്പം വളരെ ഈസിയാണ് ഇങ്ങനെ സോഡ ഉണ്ടാക്കാൻ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3000-ന് താഴെ എത്രയോ ആണ്, 2800 അങ്ങനെ എത്രയോ ആണ് ഞാൻ കൊടുത്തത്. എനിക്ക് ഓർമ്മയില്ല എത്രയാണെന്നുള്ള. അപ്പം വീഡിയോ കണ്ടല്ലോ എല്ലാവരും. വീട്ടിലിത് വാങ്ങി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു. ബൈ.